ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ എങ്ങോട്ടാന്നല്ലേ? ഇന്ന് രാവിലെ മിലുവിനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യേണ്ട ഡ്യൂട്ടി എനിക്കായിരുന്നു കേട്ടോ. കാരണം രാവിലെ തന്നെ അക്കുവിന് വേറെ എങ്ങോട്ടോ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അക്കു അങ്ങോട്ടേക്ക് പോയേക്കൊണ്ട് ഞാനാണ് ഇന്ന് മിലുവിനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ എന്തായാലും പൂജപ്പുര വരെ വരുന്നതല്ലേ, വീട്ടിലേക്ക് കുറച്ച് അത്യാവശ്യ സാധനങ്ങളും കൂടെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നു. കാരണം നോമ്പ് തുടങ്ങിയ ശേഷം ഇതുവരെയും മലക്കറി മേടിച്ചിട്ടില്ല കേട്ടോ, അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വട്ടം മാത്രമേ ഫിഷ് മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒത്തിരി ദിവസമായി കേട്ടോ നാടൻ ഫുഡ് കഴിച്ചിട്ട്, അതായത് നമ്മുടെ ചോറും മീൻകറിയും ചീനിയൊക്കെ വെച്ച് കഴിച്ചിട്ട് അങ്ങനെ വളരെ അതിയായ മോഹത്തിൽ ഞാൻ രാവിലെ ഇറങ്ങിയതാണ്. നമ്മുടെ പൂജപ്പുരയുള്ള സെൻട്രൽ ബസാറിലേക്കാണ് കേട്ടോ ആദ്യം വന്നത്. സാധാരണ ഇവിടെ എല്ലാ ദിവസവും 8 മണിയാകുമ്പോൾ അവരുടെ ഫ്രഷ് സ്റ്റോക്ക് വരുന്നതാണ്. പക്ഷേ ഇന്ന് വന്നിട്ടില്ല. സമയം 9:30-10 മണി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ ഇന്ന് ഇതുവരെ ആയിട്ടും അവരുടെ സ്റ്റോക്ക് വന്നിട്ടില്ല. അപ്പോൾ ഉള്ള സ്റ്റോക്ക് എല്ലാം കുറേയൊക്കെ ഡാമേജ്ഡ് ആയതാണ് കേട്ടോ. അപ്പോൾ ഉള്ളതിൽ നിന്ന് കുറച്ച് തക്കാളിയും പിന്നെ തേങ്ങയൊക്കെ എടുത്ത ശേഷം ഞാൻ അകത്തോട്ട് കയറി കേട്ടോ. അകത്തും സ്ഥിതി ഇതുപോലെയൊക്കെ തന്നെ. ക്യാരറ്റിലാണെങ്കിൽ കുറ്റീച്ച വന്ന് തുടങ്ങി കേട്ടോ. പിന്നെ ഉള്ളതിൽ കിട്ടിയതിൽ നല്ല ക്യാരറ്റ് നോക്കി അതും എടുത്ത ശേഷം ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കൂടെ മേടിക്കാനുണ്ട് കേട്ടോ. പക്ഷേ ആ കാർട്ടിലോട്ട് നോക്കിയിട്ട് ഒരു സുഖമില്ല, എല്ലാം എംറ്റി ആയിട്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പോയാൽ ഈ ഫില്ലായിട്ടിരിക്കുന്ന കാർട്ട് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലേ. പക്ഷേ ഇന്ന് മൊത്തം ഭയങ്കര ഡെസ്പായിരുന്നു. കാരണം ഒന്നും തന്നെയില്ല, ഉള്ളതെല്ലാം എല്ലാവരും നോക്കിയിട്ട് ബാക്കി ഇട്ടേക്കുന്ന സാധനങ്ങളാണ്. പിന്നെ ഉള്ളതിൽ നിന്ന് കുറച്ച് നല്ല വെണ്ടയ്ക്കായ എടുത്തേട്ടോ. അക്കുവാണ് വെണ്ടയ്ക്ക പർച്ചേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നല്ല കനമുള്ള വെണ്ടയ്ക്ക നോക്കിയെടുക്കും കേട്ടോ. അക്കുവിൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ അതാണ് നല്ല ക്വാളിറ്റി എന്നാണ്. പക്ഷെ അദ്ദേഹത്തിന് അറിയില്ല കനമുള്ളതാണ് മുറ്റിയതെന്ന്. പറഞ്ഞു കൊടുത്താലും അദ്ദേഹം വീണ്ടും അത് മറക്കും കേട്ടോ. അതുകൊണ്ട് ഈ മലക്കറി ഷോപ്പിങ്ങിനായാലും ഫ്രൂട്ട്സിൻ്റെ ആയാലും ഫിഷിൻ്റെ ആയാലും ഞാൻ കൂടെ പോവാറാണ് പതിവ്. അല്ലെങ്കിൽ മേടിച്ചുകൊണ്ട് വരുന്നതിൻ്റെ പകുതി സാധനം യൂസ്ലെസ് ആയിട്ട് കളയേണ്ടി വരും കേട്ടോ. പാവ അറിഞ്ഞുവിടാഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ കുറച്ച് വെണ്ടയ്ക്കയും കൂടെ എടുത്തു. നമ്മളങ്ങനെ സാധാരണയായിട്ട് വെട്ടുമലക്കറി മേടിക്കാറില്ല കേട്ടോ. വെട്ടുമലക്കറി എന്താണെന്ന് അറിയാമല്ലോ. നമ്മൾ ഈ സാധാരണ പാക്കറ്റ് കിട്ടത്തില്ലേ, 250 രൂപയുടെ പാക്കറ്റ്, 350ൻ്റെ പാക്കറ്റ്, അത് നമുക്ക് അതിനകത്തുള്ള എല്ലാ ഐറ്റവും യൂസ് ആവാറില്ല കേട്ടോ. പിന്നെ കുറച്ച് ഗ്രേപ്സ് എടുക്കാൻ വേണ്ടി വന്ന്. മിലുവിന് ഗ്രീൻ ഗ്രേപ്സ് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് സ്റ്റോക്കെല്ലാം ഓൾഡാണെന്ന് തോന്നുന്നു, കുറേയൊക്കെ ഡാമേജായി തുടങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ പതിയെ ഞാനതവിടെ അങ്ങ് വെച്ചു. മിലുവിൻ്റെ സ്കൂളിൽ 2 സ്നാക്ക് ടൈമും 1 ലഞ്ച് ടൈമുമാണ് കേട്ടോ ഉള്ളത്. അതിലെന്തായാലും ഒരു സ്നാക്ക് ബോക്സിൽ ഞാൻ ഫ്രൂട്ട്സാണ് കേട്ടോ വെക്കുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഫ്രൂട്ട്സ് ഒഴിയാതെ വേണം. ഇനി വീട്ടിൽ കുറച്ച് പൊമിഗ്രനേറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ പോയി ഗ്രേപ്സ് നോക്കിയത്. അപ്പോൾ പിന്നെ ഗ്രേപ്സ് വേറെ എവിടെന്നെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ച് അതിനെ അവിടെ നിന്ന് ഒഴിവാക്കി. പിന്നെ കുറച്ച് അമരക്കയും കൂടെ എടുക്കണം. അമരക്കയ്ക്ക് വലിയ ചിലവില്ല, എന്നാലും അപ്പോൾ ഇത്ര സാധനം മാത്രമേ ഞാനിന്ന് വെജിറ്റബിൾസിൽ നിന്ന് എടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഫ്രഷ് സ്റ്റോക്കൊന്നും ഇല്ല. അല്ലെങ്കിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ മേടിക്കണമായിരുന്നു. അതുകൊണ്ട് ഞാൻ മല്ലിയിലയൊന്നും എടുത്തില്ല. അവിടെ ഇരുന്നതെല്ലാം കുറച്ച് പഴകിയതാണ് കേട്ടോ. എനിക്കിന്ന് ഭാഗ്യമില്ലാതെ പോയതാണ്. സാധാരണ ഇവിടെ എല്ലാ ദിവസവും 8 മണിക്ക് സ്റ്റോക്ക് വരുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ കറണ്ടും കട്ടായി കേട്ടോ. പിന്നെ കുറേയൊക്കെ ഞാൻ എടുക്കാതെ വന്നു. പൊതുവേ ഇവിടെ മിക്ക ദിവസവും ഓഫറാണ് കേട്ടോ. എല്ലാ സാധനത്തിനും ഓഫറാണ്. നമ്മൾ വെളിയിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും ഇവിടെ നല്ല വിലയ്ക്ക് കിട്ടും കേട്ടോ. ഇപ്രാവശ്യം വന്നപ്പം ഒന്നും അത്ര രസം ഉണ്ടായിരുന്നില്ല. അതുപോലെ ഇവർക്കൊരു ഓഫർ സോൺ ഉണ്ട് കേട്ടോ. അവിടെ ഇപ്രാവശ്യം ചെന്നപ്പോൾ ലിക്വിഡ് ഡിറ്റർജൻറ്റ് മാത്രമേ ഉള്ളൂ. സാധാരണ അവിടെ നല്ല ക്രോക്കറി ഐറ്റംസും കാണാൻ സുഖമുള്ള നല്ല ഐറ്റംസൊക്കെ കാണാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം അവിടെ അതും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് കടുക് എടുക്കണമായിരുന്നു. കടുകും എടുത്ത് ഞാൻ രാവിലെ മിലുവിനെ സ്കൂളിലാക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ പർച്ചേസിൻ്റെ പ്ലാൻ വന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ നേരത്തെ ലിസ്റ്റൊന്നും തയ്യാറാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ പോയി നോക്കിയാണ് വേണ്ടുന്ന സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. പിന്നെ കുറച്ച് പനീർ വേണമായിരുന്നു. ആദ്യം അവിടെ പോയി തപ്പിയപ്പോഴേക്കും അവിടെ പനീറില്ല. അപ്പോഴേക്കാണ് കേട്ടോ കറണ്ട് പോയത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ലേഡീസ് സ്റ്റാഫിനെ വിളിച്ചപ്പോൾ ആ ചേച്ചി കൊണ്ടുവന്ന് കാണിച്ചു തന്നെ കേട്ടോ. അപ്പുറത്ത് ഫ്രോസൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് ഇത്രയും നാൾ പോയിട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അതൊരു മൂലയിൽ ഒതുങ്ങിയിരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് എനിക്ക് പനീർ കിട്ടിയത് കേട്ടോ. അപ്പോൾ പനീറിൻ്റെ മിക്ക ഡിഷസും മിലുവിന് ഇഷ്ടമാണ് കേട്ടോ. വെറുതെ പനീർ എണ്ണയിൽ സോട്ട് ചെയ്ത് കൊടുത്താലും മിലു കഴിക്കും കേട്ടോ. പിന്നെ മിലു മെയിനായിട്ട് പനീറിൻ്റെ കഴിക്കുന്ന കറിയെന്ന് വെച്ചാൽ നമ്മുടെ വലിയ ഉള്ളിയും ഒരു തക്കാളിയും കൂടി ഇട്ട് ഞാൻ നല്ല രീതിയിൽ പേസ്റ്റായിട്ട് അരച്ചിട്ട് അതിനെ നമ്മൾ എണ്ണ ഒഴിച്ച് എണ്ണയിൽ കുറച്ച് ആവശ്യത്തിനുള്ള മുളക് പൊടിയായാലും മഞ്ഞൾപ്പൊടിയും നമ്മുടെ കുട്ടികൾ എന്താണോ കഴിക്കുന്നത് ആ പൊടിയൊക്കെ ഇട്ടൊന്ന് സോട്ട് ചെയ്ത ശേഷം ഈ ഉള്ളിയുടെയും ഈ തക്കാളിയുടെയും കൂടെ ആ ഒരു ലിക്വിഡ് അതിനകത്തോട്ടൊക്കെ ഒഴിച്ച് ഈ പനീറും കട്ട് ചെയ്തിട്ടെടുത്ത് അതും മിലുവിന് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടമുള്ള കറിയാണ്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പനീറും എടുത്ത്. അപ്പോഴേക്കും കറണ്ടൊക്കെ പോയേ കൊണ്ട് ഒന്നും കാണാൻ വയ്യ കേട്ടോ. പിന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊന്നും ഞാൻ പൊതുവേ ഒന്നും മേടിക്കാറില്ല. പ്രത്യേകിച്ച് ഞാൻ മിലുവിന് ക്രീം ബിസ്ക്കറ്റൊന്നും കൊടുക്കൂല കേട്ടോ. കാരണം ഈ ഷുഗറിൻ്റെ കണ്ടൻറ്റൊക്കെ ക്രീമിലാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഈ റീസെൻ്റായിട്ടാണ് ഞാൻ അറിയുന്നത് ഈ ക്യാൻസർ ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ റീസൺ ഷുഗറാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ മൊത്തത്തിൽ കട്ട് ചെയ്തേക്കാണ്. ചായ പോലും ഞാൻ വളരെ കുറച്ച് മാത്രമേ മധുരം ഇടുള്ളൂ കേട്ടോ. പിന്നെ ഇനി എനിക്കൊന്നും വാങ്ങിക്കാനില്ല. എൻ്റെ പർച്ചേസ് എല്ലാം ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ പുറത്തുനിന്ന് കുറച്ച് സാധനവും കൂടെ മേടിക്കണം. അപ്പം വാങ്ങിച്ച സാധനങ്ങളെല്ലാം കാർട്ടിലിട്ട ശേഷം ഞാൻ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. രാവിലെ പർച്ചേസിന് പോയിക്കൊണ്ട് 2 ഉപകാരം ഉണ്ടായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാനും പറ്റി, നല്ല രീതിയിൽ സമയമെടുത്ത് പർച്ചേസ് ചെയ്യാനും പറ്റി കേട്ടോ. കാരണം ഓഫീസ് ടൈം ആയതുകൊണ്ട് ആൾ നല്ല കുറവായിരുന്നു കേട്ടോ. ഇവിടെ എപ്പോഴും റൈസിന് നല്ല ഓഫറാണ് കേട്ടോ. റൈസിനും ആട്ടയ്ക്കും നല്ല ഓഫറാണ്. അപ്പം ഞാൻ എടുത്ത സാധനങ്ങളും കാർട്ടിലിട്ടിട്ട് ബില്ലിനായിട്ട് പോയി കേട്ടോ. ബില്ലിങ് ടൈമിലും തിരക്കൊന്നുമില്ല. ഒരാളെ എനിക്ക് മുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് അടിച്ചു കഴിഞ്ഞ ശേഷം എനിക്ക് ബില്ലടിക്കാൻ തുടങ്ങി. ഇനി ഇവിടെ നിന്ന് സാധനങ്ങൾ മേടിച്ച ശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഫിഷ് വെച്ചിട്ട് കുറേ അങ്കിൾമാർ ഇരിപ്പുണ്ട് കേട്ടോ. അവരെ കയ്യിൽ നിന്ന് ഫിഷും മേടിക്കണം കേട്ടോ. നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു ചേട്ടൻ ഫിഷ് കൊണ്ടുവരും. പക്ഷേ ആ ചേട്ടൻ കൊണ്ടുവരുന്നതെല്ലാം കുഞ്ഞു സൈസിലുള്ള ഫിഷാണ് കേട്ടോ. ഈ കുഞ്ഞ് സൈസ് ചെറുതാവും തോറും നമ്മുടെ പണി കൂടുതലല്ലേ. അതുകൊണ്ട് ഞാൻ ചേട്ടൻ്റെ നിന്ന് വലിയ ഫിഷൊക്കെ ഉണ്ടെങ്കിലേ മേടിക്കാറുള്ളൂ കേട്ടോ. അപ്പം തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഫിഷ് വയ്ക്കുന്ന ഒരു അങ്കിളുണ്ട്. ഞാൻ ഉദ്ദേശിച്ച് വന്നത് ചൂര തന്നെയാണ് കേട്ടോ. അപ്പം ഒരു ചൂര 500 രൂപയാണ്. പക്ഷേ എനിക്ക് ഒരു ചൂരയുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ അങ്കിളിനെ പറഞ്ഞ് എനിക്ക് ഹാഫ് ചൂര മതിയെന്ന്. പിന്നെ ഇത് പോരാഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മറ്റേ തുപ്പുവാള ഉണ്ട്. പിന്നെ അപ്പുറത്തിരിക്കുന്ന ചേട്ടൻ്റെ കൊഞ്ചുപൊടിയുണ്ട്, വങ്കടയുണ്ട്. പിന്നെ ഇവരൊരു ടീമായിട്ടാണെന്ന് തോന്നിയിരിക്കുന്നത്. ഈ അങ്കിൾ ഈ ഫിഷിനെ എടുത്ത് അപ്പുറത്തെ ചേട്ടൻ്റെ കൊണ്ട് ആ ചേട്ടനാണ് കേട്ടോ കട്ട് ചെയ്ത് തന്നത്. ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലേ ഫിഷ് കട്ട് ചെയ്യുന്നത്. ഈ ചേട്ടൻ വളരെ കറക്റ്റായിട്ട് 50-50 എന്നുള്ള രീതിയിൽ കറക്റ്റ് നെടുവേ തന്നെ ആ ഫിഷിനെ കട്ട് ചെയ്ത് കേട്ടോ. കട്ട് ചെയ്തിട്ട് എനിക്കത് പോഷൻ വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മുള്ളുള്ള പോഷനാണ് കേട്ടോ എടുത്തത്. ഈ മുള്ളിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫിഷ് കഴിക്കാനാണ് കേട്ടോ എനിക്ക് ഇഷ്ടം. ടേസ്റ്റും അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഈ ഫിഷിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മീറ്റ് ആയാലും നമ്മൾ ഈ കട്ടയ്ക്കുള്ള മീറ്റ് കഴിക്കുന്നേക്കാളും നമ്മൾ ഈ എല്ലിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന മീറ്റ് കഴിക്കാൻ കുറച്ചുകൂടെ ടേസ്റ്റുമാണ്, കുറച്ചുകൂടെ സോഫ്റ്റും ആണല്ലേ. അപ്പോൾ എൻ്റെ ഫിഷിൻ്റെ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഇനി എന്തായാലും ഒരു ഊബർ വിളിക്കണം തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഊബർ വിളിച്ചിട്ട് ഊബറിൽ കയറിയ ശേഷം ഇനി പോകുന്ന വഴിക്ക് നിന്നും കുറച്ച് ഫ്രൂട്ട്സ് കൂടെ മേടിക്കണം. കാരണം മിലുവിന് വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ. ഇനി നാളെ മുതൽ സ്കൂളിൽ കൊടുത്തു വിടാനും അധികമൊന്നും ഇരിപ്പില്ല. അപ്പോൾ എന്തായാലും മേടിച്ചേ പറ്റും. സാധാരണ ഫ്രൂട്ട്സ് മേടിക്കുന്ന ഒരു ചേട്ടൻ ഇവരുടെയൊക്കെ അപ്പുറത്തായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അദ്ദേഹം വന്നിട്ടില്ല, ഇന്ന് ലേറ്റായിട്ടാണെന്ന് തോന്നുന്നു. ആ സ്റ്റോൾ തുറന്നിട്ടില്ല. അപ്പോൾ ഫിഷ് മേടിച്ച ശേഷം ഞാൻ ഊബറിനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഊബർ ഇട്ടായിരുന്നു. അപ്പോൾ ഊബർ കറക്റ്റ് ഫിഷ് കട്ട് ചെയ്തിരുന്ന സമയമായപ്പോഴേക്കും എൻ്റെ ഊബറും വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലേക്കുള്ള യാത്ര തിരിച്ചിട്ടുണ്ട്. ഇനി പോകുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൂടെ മേടിക്കാൻ വേണ്ടി ഞാൻ ഒരു ഷോപ്പിലോട്ട് ഇറങ്ങിയപ്പം അതാ അവിടെ നല്ല സ്റ്റോക്ക് വന്നിരിക്കുന്ന എല്ലാം നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ഇരിക്കുന്ന കേട്ടോ. അപ്പോൾ ഒരു നഷ്ടബോധം തോന്നി. പിന്നെ എന്നാലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് അവിടെ നിന്ന് കുറച്ച് പച്ചമുന്തിരിയും മേടിച്ചു. ഇതിലൊരു പച്ചമുന്തിരി നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇനി വേറൊരു പരിപാടിയില്ല, ജസ്റ്റ് വീട്ടിലോട്ട് പോയാൽ മതി. ഈ പൂജപ്പുരം നിന്ന് മൊടവൻമുകൾ പോകുന്ന റൂട്ടിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു അങ്കിൾ ഇരിക്കും കേട്ടോ. അദ്ദേഹത്തിൻ്റെ എല്ലാം വീട്ടിൽ കൃഷി ചെയ്ത ഐറ്റംസ് ആണ് കേട്ടോ. ഇനി ആരെങ്കിലും അതിലേ പോവുകയാണെങ്കിൽ ഒന്ന് മേടിച്ച് നോക്കണേ. എല്ലാം നല്ല വെറൈറ്റി ഐറ്റംസാണ്. ഇപ്രാവശ്യം അദ്ദേഹത്തിൻ്റെ വാഴപ്പിണ്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നോമ്പില്ലായിരുന്നെങ്കിൽ മേടിക്കായിരുന്നു. പക്ഷേ നോമ്പുണ്ടായിട്ട് മേടിച്ചിട്ട് ഇതെല്ലാം കൂടെ ചെയ്യാൻ എന്നെ കൊണ്ട് കാലിബർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു. ഇതാണ് കേട്ടോ നമ്മുടെ ഫ്ലാറ്റിലേക്ക് പോകുന്ന വഴി. ഈ സെയിം വഴി തന്നെ കേട്ടോ മിലുവിൻ്റെ സ്കൂളിൽ ലൊക്കേറ്റ് ചെയ്യുന്നത്. രാവിലെ പുള്ളിക്കാരി ഞാനിവിടെ ഡ്രോപ്പ് ചെയ്ത ശേഷമാണ് ഈ പർച്ചേസിനൊക്കെ പോയത് കേട്ടോ. പിന്നെ എൻ്റെ തൊട്ടടുത്താണ് കേട്ടോ കഫേ 9061. ഇവിടെ നമുക്ക് കറികളെല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ദിവസം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് കറി വയ്ക്കാതെ വന്നാൽ നമുക്ക് ഈസി ആയിട്ട് അവിടെ നിന്ന് കറി വാങ്ങിക്കാം. പിന്നെ ഇത് നമ്മുടെ ജനതാ മില്ല്, നല്ല ആട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണ അവിടെ കിട്ടും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റ ബൈ.